ഞാൻ മെൽവിൻ അലക്സ്, ഇടനേരം റെസ്റ്റോറൻറ്റിൻ്റെ കോ-ഫൗണ്ടറും വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവോട്ടിംഗ് ഹസ്ബൻഡുമാണ്. ഒരു ക്ലൗഡ് കിച്ചൺ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഹാസിൽ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വൈ ക്ലൗഡ് കിച്ചൺ എന്നുള്ളത് അതിൻ്റെ ഒരു ആൻസറും അതുതന്നെയാണ്. ബേസിക്കലി ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഏത് മോഡൽ ആണ് നമുക്ക് വേണ്ടുന്നതെന്നുള്ളത് ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണം. നിങ്ങൾക്ക് പാചകം ചെയ്യാൻ കഴിവുണ്ടോ? എന്നാൽ ആ കഴിവ് നിങ്ങൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. വിദേശത്ത് ആരംഭിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ക്ലൗഡ് കിച്ചനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ക്ലൗഡ് കിച്ചൺ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ്. ക്ലൗഡ് കിച്ചൺ ബിസിനസ് എങ്ങനെ ആരംഭിക്കണം, എവിടെ ആരംഭിക്കണം എന്നിവടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ മെന്റർ മെൽവിൻ അലക്സും മിസിസ് മെൽവിനും ഫ്രീഡം ആപ്പ് വഴി നിങ്ങൾക്ക് പറഞ്ഞു തരും. വീഡിയോയിലേക്ക് കടക്കാം. ഇടനേരം ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത്, സോ ബേസിക്കലി ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഏത് മോഡൽ ആണ് നമുക്ക് വേണ്ടുന്നതെന്നുള്ളത് ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, സോ പല മോഡൽസ് ഓഫ് ക്ലൗഡ് കിച്ചൺ ഉണ്ട്, അത് അറിയാമായിരിക്കും. അപ്പം അതിനനുസരിച്ചുള്ള സ്പേസ് ആയിരിക്കണം നമ്മൾ ആദ്യം കാണുക, അതായത് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നുള്ളത്. അപ്പം ഇടനേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ കൂടെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ എടുത്തത്. സോ നിയർലി ഒരു നമ്മുടെ ക്ലൗഡ് കിച്ചൺ ഒരു 1500 to 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കിച്ചണാണ്. സോ ആ കിച്ചണിലെ ബേസിക് റിക്വയർമെൻറ്റ് നമ്മളിപ്പം ഫുഡ് കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റീസിൻ്റെ അവരുടെ എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ലേ ഔട്ട് ആയിരിക്കണം നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്യുമ്പം ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കമേഴ്ഷ്യൽ കിച്ചൺ സെറ്റപ്പ് ചെയ്ത് വരുമ്പം ഒരു സ്ക്വയർ ഫീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രയാകും എന്നുള്ളത്. പക്ഷെ എന്നാലും ഒരു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 5 to 6 lakhs നമുക്ക് ആ ഒരു കിച്ചൺ സെറ്റിംഗ് അപ്പ് അല്ലെങ്കിൽ എൻ്റയർ ലേ ഔട്ട് ചെയ്തെടുക്കാനായിട്ട് ആവും. പക്ഷേ നമ്മളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 3-4 times കൂടുതൽ വേണ്ടി വരും ബിക്കോസ് അതിനകത്തുള്ള ഓപ്പറേഷൻസ് അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഇടനേരം ഒരു 2000 സ്ക്വയർ ഫീറ്റ് കിച്ചൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ഇപ്പം നമ്മൾ അതിനകത്ത് ഒരു പ്രൈമറി ലെവൽ ഓഫ് ഓപ്പറേഷനാണ് ക്ലൗഡ് കിച്ചൺ നടക്കുന്നെങ്കിൽ വി ഡു അതർ തിങ്സ് ഓൾസോ ലൈക്ക് കേറ്ററിംഗ് ഒക്കെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. സോ ഒരു 1000 പാക്സിനുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള കിച്ചണാണ് ഇടനേരം ക്ലൗഡ് കിച്ചൺ. ഫ്യൂച്ചർ പ്ലാൻസ് ആർ ഡിഫറെൻറ്റ്, അത് ഞാൻ പിന്നീടുള്ള ക്വസ്റ്റ്യൻസിൽ പറയാം. സോ ബേസിക്കലി നമ്മൾ ക്ലൗഡ് കിച്ചൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ മോഡൽ, വാട്ട് ടൈപ്പ് ഓഫ് മോഡൽ യു ഫോക്കസ് ഓൺ, അതിനനുസരിച്ചുള്ള സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയ എടുക്കുക, കിച്ചൺ സെറ്റപ്പ് ചെയ്യുക. പിന്നെ ആ കിച്ചണിൽ അത് ഓവർ ഹെഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോസ്റ്റ് എക്സ്പെൻസ് വന്നത് എന്തിനൊക്കെ ആയിരിക്കും? ആ ഒരു മെഷീൻസ് മേടിക്കാനും ഡെഫിനറ്റ്ലി നമുക്ക് എന്താ പറയുക ഒരു മിനിമം സെറ്റ് നമ്പർ ഓഫ് ബേണേഴ്സും വാഷ് ഏരിയ ഷുഡ് ബി എന്താ പറയണേ രണ്ട് വാഷ് അത് ഗൈഡ് ലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഒരു 5 lakhs എന്തായാലും നമുക്ക് കിച്ചൺ സെറ്റിംഗ് അപ്പിന് എന്തായാലും വേണ്ടി വരും. കമേഴ്ഷ്യൽ ഹൂഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതർവൈസ് നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യാം. അതൊരു ഹൈ ഫങ്ഷനിങ് എന്താ പറയുക ഹോട്ട് കിച്ചൺസിലാണ് നമുക്ക് അങ്ങനെ എന്താ പറയുക ഹൂഡ്സും എക്സോസ്റ്റ് ഒക്കെ ചെയ്ത് എടുക്കേണ്ടി വരുന്നത്. പിന്നെ പ്രോപ്പർട്ടിയുടേതും വരും. പിന്നെ പാൻട്രി ഏരിയ ഡെഫിനറ്റ്ലി വേണം. സർവീസ് ഏരിയ നമുക്ക് വേണ്ടല്ലോ, അപ്പം അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. പാൻട്രി ഏരിയയും പിന്നെ ഒരു കൗണ്ടർ, ക്യാഷ് കൗണ്ടർ, അത്രയേ ഉള്ളൂ. പിന്നെ സ്റ്റോർ ഫ്രണ്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ സ്മോൾ സ്പേസ് വെയർ കസ്റ്റമേഴ്സിന് വാക്ക് ഇൻ ചെയ്ത് പ്രൊഡക്ഷൻ വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യാം നമുക്ക്. പിന്നെ വരുന്നത് അത് ഞാൻ പറഞ്ഞ ഒരു ബേസിക് സെറ്റിംഗ് അപ്പ് ഓഫ് ക്ലൗഡ് കിച്ചൺ. പിന്നെ അതിനുപരി നമുക്ക് ലൈസൻസിങ് ഫീ വരും. പിന്നെ സോഷ്യൽ മീഡിയ പീപ്പിൾ അവരുടെ മാർക്കറ്റിംഗ് സൈഡ് നമുക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണീസ് കീപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ അതർ സ്റ്റഫ്സ് ലൈക്ക് ഗ്യാസ് ഒക്കെ വരും, വേസ്റ്റ് ക്ലിയറിംഗ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, റോ മെറ്റീരിയൽ അതെല്ലാം വരും. ഇത്രയുമാണ് ബേസിക്കലി വരിക. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ കൂടി ഒന്ന് പറഞ്ഞാണ് പോയത്. എങ്കിൽ പോലും നമ്മളൊന്ന് ഒരു ക്ലൗഡ് കിച്ചൺ എന്ന് പറയുമ്പോൾ പല ടൈപ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിപ്പോ ക്ലാസിക് ക്ലൗഡ് കിച്ചൺ മോഡൽ, ക്ലാസിക് ക്ലൗഡ് കിച്ചൺ മോഡൽ വിത്ത് ആക്ച്വലി ഇതിലൊന്നും ഒരു റിജിഡ് റൂൾസ് ഒന്നുമില്ല. ഇപ്പം നമുക്ക് 6 മോഡൽസ് ഓഫ് ക്ലൗഡ് കിച്ചൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ 6 മോഡൽസിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പിക്ക് ചെയ്ത് എടുക്കുന്ന ഫങ്ഷൻസ് വെച്ച് ഒരു ഹൈബ്രിഡ് മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഐ ക്യാൻ സേ ഇടനേരം ഇസ് എ ഹൈബ്രിഡ് മോഡൽ ഓഫ്
ക്ലൗഡ് കിച്ചൺ. അങ്ങനെയാണ് ചെയ്യുന്നത്. സിൻസ് ഇപ്പം നമ്മൾ ഡൈനിൻ ആയിരുന്നു നമുക്ക് പാസ്റ്റ് 5 years. അപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി നമ്മളങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്വിച്ച് ഓവർ നടത്തിയിട്ടില്ല. ഒരു സ്റ്റോർ ഫ്രണ്ട് സ്പേസും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക്. സോ ഒരു ക്ലാസിക് മോഡലെന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഇടനേരത്തിൻ്റെ തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മളൊന്ന് വിശദമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ആ ഒരു കാണുന്ന ഒരു എന്താ പറയണ്ടേ, ഇന്റീരിയർ എക്സ്റ്റീരിയർ അലോങ് വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഇൻറ്റീരിയർ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു കിച്ചൺ ഡെഫിനറ്റ്ലി ഒരു വെൽ എക്വിപ്ഡ് കിച്ചണാണ് നമുക്ക്. പിന്നെ വിത്ത് 4 burners ആൻഡ് വാഷ് ഏരിയാസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു പാൻട്രി ഏരിയ ഉണ്ട് വേർ ദി പാക്ക് ഫുഡ് ആൻഡ് കീപ്പ് എവറിത്തിങ്. പിന്നെ ഒരു ബെയിൻ ഏരിയ ഉണ്ട് വേർ യു ക്യാൻ കീപ് ദ പ്രീപ്രിപ്പയർഡ് ഫുഡ് വാമായിട്ട് കീപ്പ് ചെയ്യാൻ ഇരിക്കുന്നത്. പിന്നെ ഉള്ളത് പാക്കിംഗ് മെറ്റീരിയൽസ് ആൻഡ് പാക്കിംഗ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഡെലിവറി സിസ്റ്റം, അത്രയേ ഉള്ളൂ. ക്ലൗഡ് കിച്ചൺ ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ലോൺ എന്ന ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. മാസത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഇത് മാത്രം പഠിച്ചാൽ പോരാ, നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ബിസിനസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഏതൊരു ഫുഡ് ഇൻഡസ്ട്രിയിൽ, വെതർ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഒരു ടേക്ക് അവേ കൗണ്ടർ ആണെങ്കിലും ഒരു ക്ലൗഡ് കിച്ചൺ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ലൈസൻസ് എടുക്കേണ്ടത് 2 അതോറിറ്റീസിൻ്റെ അടുത്തു നിന്നാണ്. അത് ഒന്ന് കോർപ്പറേഷൻ ലൈസൻസ് ഇസ് കമ്പൽസറി, പിന്നെ FSSA ലൈസൻസ്. ഇത് രണ്ടും നിർബന്ധമായിട്ടും നമ്മൾ വേണ്ടുന്ന കാര്യം. ഇത് ഇല്ലാതെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ ലേ ഔട്ട്, ആ ഫ്ലോ ഓഫ് ഫങ്ഷനിങ് മനസ്സിലായോ? ആ കിച്ചൺ ലേ ഔട്ടിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പം ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണം. അതായത് എന്താ പറയുക, റിസീവിങ് ഓഫ് ഫുഡ്, റോ മെറ്റീരിയൽസ് തുടങ്ങി അതിൻ്റെ പ്രിപ്പറേഷൻ, കുക്കിംഗ്, വാഷിംഗ്, പാക്കിംഗ്. സോ അത് നമ്മൾ പാനൽ വന്ന് നമുക്ക് ഇൻസ്പെക്ഷന് വരുമ്പം അവിടെ ഒരു ഫ്ലോസും കണ്ടുപിടിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ അത്രയും കീനായിരിക്കണം നമ്മൾ ചെയ്യുമ്പോഴേക്കും. ഈവൻ ഇഫ് ഇറ്റ്സ് ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കുഞ്ഞ് ക്ലൗഡ് കിച്ചനാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ഈ മിനിമം ഇതിനകത്ത് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇൻസ്പെക്ഷൻ നമ്മൾ സക്സസ്ഫുള്ളി ഗോ ത്രൂ ചെയ്യണം. പിന്നെ ഉള്ളത് ഡെഫിനറ്റ്ലി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്താ പറയുക, അവരുടെ സർട്ടിഫിക്കേഷൻ വേണം. അതായത് നമ്മുടെ സ്റ്റാഫ്സ് എല്ലാം ഇപ്പോൾ കോവിഡ് ആയതിനു ശേഷം എല്ലാവരുടെയും വാക്സിനേറ്റഡ് ആയിരിക്കണം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് കാണണം. ഇവരുടെ ബേസിക് ഹെൽത്ത് ചെക്കപ്സ് അത് എടുക്കണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ആ രജിസ്റ്റേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് അഡ്മിൻ സൈഡും ഡോക്യുമെൻറ്റേഷൻസൊക്കെ പ്രോപ്പർ ആയിരിക്കണം. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ ഈസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. എന്ന് വെച്ചാൽ മുമ്പൊക്കെ നമുക്ക് എന്താ പറയുക, പ്രൈവറ്റ് പീപ്പിൾ ഉണ്ടായിരുന്നു, ദേ കം ആൻഡ് ടേക്ക് ദിസ് വേസ്റ്റ് ഫ്രം ദ. പിന്നെ ഗവൺമെൻറ് പുതിയ റൂൾസ് കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് നമ്മൾ തന്നെ എന്താ പറയുക ഡിസ്പോസ് ചെയ്യുന്ന ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാത്രമേ, കൺവിൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പം എന്തോ അങ്ങനെ ആ ഒരു ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ബട്ട് അഗെയിൻ ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേഷൻ്റെ തന്നെ ആൾക്കാർ, അതായത് സർട്ടിഫൈഡ് പീപ്പിൾ ആണ് വന്ന് വേസ്റ്റ് കളക്ഷൻ എടുക്കുന്നത്. സോ ദ പ്രോപ്പർ സെഗ്രിഗേഷൻ ഓഫ് ദ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ആൻഡ് ഫുഡ് വേസ്റ്റ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത്. ആൻഡ് ദേ വെയ് ദ വേസ്റ്റ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആൻഡ് ഹൗ മെനി കിലോസ് യു ഹാവ്, അതിനനുസരിച്ചാണ് ചാർജസ് വരിക. സോ ഇതിനെല്ലാം നമ്മുടെ സ്റ്റാഫ് പ്രോപ്പർലി ട്രെയിൻഡ് ആയിരിക്കണം. സെഗ്രിഗേഷൻ ഓഫ് ദ വേസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യണം. ഈവൻ ഇഫ് ദേഴ്സ് എ ബിറ്റ് ഓഫ് പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റിലുണ്ടായാലും അന്ന് വേസ്റ്റ് എടുക്കില്ല, ദേ വോണ്ട് ടേക്ക്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റൂൾസ് ആർ ലിറ്റിൽ റിജിഡ് നൗ. മുമ്പ് അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ പറയണ, സീറോ പ്ലാസ്റ്റിക് അതൊക്കെ ബാൻഡ് മെറ്റീരിയൽസൊക്കെ ഒരുപാട് ഉണ്ട്. പക്ഷേ ഓൺ ദ അതർ സൈഡ് നമുക്കിപ്പം ബയോഡിഗ്രേഡബിൾ ഫുഡ് പാക്കേജിങ് മെറ്റീരിയൽസ് ഒന്നും ഇറ്റ് ഈസ് നോട്ട് ഈസിലി അവൈലബിൾ ഓർ ഇറ്റ് ഈസ് നോട്ട് എക്കണോമിക്കലി വയബിൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, ചില കാര്യങ്ങൾക്ക് വി ആസ് ഓൺട്രപ്രീനേഴ്സ് നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. വെൻ ദേ കം ഫോർ ഇൻസ്പെക്ഷൻ അവർ പറയും ഇത് നമുക്ക് പാടില്ല എന്നൊക്കെ പറയും. സോ ദ റൂൾസ് ആർ വെരി റിജിഡ് ആൻഡ് പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് നമുക്ക് സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ പറ്റും വിതൗട്ട് എനി ഹാസിൽസ്.
ഈ ഷോപ്പ് ലൈസൻസ് ഒക്കെ എടുക്കാറുണ്ടല്ലോ നമ്മൾ ഒരെണ്ണം റൺ ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തായാലും? അതിന് ആക്ച്വലി കോർപ്പറേഷനിൽ നമുക്ക് നമ്മൾ ആക്ച്വലി തേർഡ് പാർട്ടിയാണ് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദർ ആർ പീപ്പിൾ ഹൂ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്. സോ വി ഗീവ് ദം ദെയർ ഫീ ആൻഡ് ദെൻ ദേ ഗെറ്റ് ഇറ്റ് ഡൺ. അപ്പം കോർപ്പറേഷനിൽ എന്താ പറയുക, അതിൻ്റെ ഓഫീസേഴ്സിന് നമ്മൾ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ ചെയ്ത് അവരുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുക. അതിന് വലിയ ടൈമൊന്നും എടുക്കില്ല. മാക്സിമം ഒരു 1 week ഒക്കെ എടുക്കത്തുള്ളൂ. ദേ കം ആൻഡ് ഇൻസ്പെക്ട് ദ സൈറ്റ് ആൻഡ് ദെൻ പറയും, പ്രൊസീഡ് ചെയ്തോളാം പറയും. ഈ ഫുഡ് സേഫ്റ്റിയുടെ ഒക്കെ ലൈസൻസ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഇത്ര പെർട്ടിക്കുലർ അപേക്ഷ ഫീസ് അങ്ങനെയൊക്കെ ഉണ്ടോ? അത് നോമിനൽ ഫീ എങ്ങാണ്ടേ ഉള്ളൂ. നോമിനൽ ഫീ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം അത് ഡോക്യുമെൻറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ എനി ടൈം ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ എവറിത്തിങ് ഷുഡ് ബി അപ്ഡേറ്റഡ് ആൻഡ് ദെൻ അത് നമുക്ക് കോൺഫിഡൻ്റ്ലി അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റണം. GST രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? GST രജിസ്ട്രേഷൻ എഗെയിൻ നമ്മുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്. അപ്പം പുള്ളിയെ കൊണ്ടാണ് നമ്മളത് ചെയ്യിപ്പിക്കുന്നതുമൊക്കെ. സോ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ് സൈഡ്. ഓക്കെ. ഇൻ അഡീഷൻ വേറെ എന്തൊക്കെ രജിസ്ട്രേഷൻസ് ആയിരിക്കും ക്ലൗഡ് കിച്ചൺ എന്നുള്ള രീതിക്കും? അതുപോലെ തന്നെ ഇടനേരത്തിന് സ്വന്തമായിട്ടുള്ള ട്രേഡ് മാർക്കിംഗ് ഡെഫിനറ്റ്ലി ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വേറെ ഒന്നും തന്നെ ഇല്ല. വേറെ ട്രേഡ് മാർക്കും GSTയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഷോപ്പിന്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ലൈസൻസിന്റെ ചെയ്തിട്ടുണ്ട്. ലൈസൻസും ഹെൽത്ത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ലേബർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പെർമിഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ ആ ഒരു അതോറിറ്റിയിലുള്ള കംപ്ലീറ്റ് റൂൾസും റെഗുലേഷൻസും എന്താണോ അത് സ്ട്രിക്ട്ലി നമ്മൾ ഫോളോ ചെയ്തിട്ട് തന്നെ വേണം ചെയ്യാൻ എന്നുള്ളതാണ്. ഇൻ അഡീഷൻ എന്തെങ്കിലും നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ടുണ്ടോ ഈ ഒരു ഏരിയയിൽ? അതായത് നമ്മൾ ഈ ഒരു ക്യാപിറ്റലിനെ സംബന്ധിച്ചായാലും ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ചായാലും ലൈസൻസിനെ സംബന്ധിച്ചായാലും പെർമിഷനെ സംബന്ധിച്ചായാലും ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ പോകുന്നവർക്ക് ഒരു സജഷൻ പോലെ നമുക്ക് എന്തായിരിക്കും കൊടുക്കാനുള്ളത്? ഇന്ന കാര്യം നിങ്ങൾ ചെയ്യാതെ അങ്ങനെ കാശ് നോക്കിയിട്ടിരിക്കരുത്, അല്ലെങ്കിൽ പ്രൊസീജിയർ നോക്കിയിട്ടിരിക്കരുത്. ചിലരൊക്കെ എളുപ്പത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കും. അതായത് എപ്പോഴും ക്ലൗഡ് കിച്ചൺ അത് പറയുന്നത് ഇറ്റ്സ് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മേഖലയാണ്. സോ എപ്പോഴും നമുക്കൊരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഉള്ള ഒരു സ്കോപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പം എന്താ പറയുക, ഒരു നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന സ്റ്റെപ്സ് പ്രോപ്പറായിട്ട് എടുക്കുക. പിന്നെ അതിൻ്റെ എന്താ പറയണത്, കിച്ചൺ സെറ്റിംഗ് അപ്പ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം അത് പിന്നീട് നമ്മൾ എന്താ പറയുക, മുമ്പ് ഇടനേരം ഫസ്റ്റ് 2017 ലോഞ്ച് ചെയ്ത സമയത്ത് ടു റോ, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം കിച്ചൺ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യും, പിന്നെ നമ്മൾ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാവുക. അപ്പോഴേക്കും പിന്നീട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും. ഈ റീവർക്കിംഗ് ഒത്തിരി പാട് വരും. സോ നല്ല റിസർച്ച് നടത്തി പഠിച്ചിട്ട് മാത്രം നമ്മൾ അതിലോട്ട് ഇറങ്ങുക, ചെയ്യുമ്പോൾ നല്ലതുപോലെ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഒരു ക്ലൗഡ് അടുക്കള സുഗമായി തുറക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള മൂലധനവും അടിസ്ഥാന സൗകര്യങ്ങളും ശരിയായ ലൈസൻസുകളും എടുക്കേണ്ടത് പ്രധാനമാണ്. നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കിച്ചൺ മോഡൽ അനുസരിച്ചായിരിക്കും മൂലധനവും അടിസ്ഥാന സൗകര്യങ്ങളും നിർണ്ണയിക്കുക. ഇടനേരം ക്ലൗഡ് കിച്ചൺ 2000 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയിരിക്കുന്ന ഒരു കിച്ചൺ മോഡലാണ്. ഇതിന് ആവശ്യമായ മൂലധന ചെലവ് ഏകദേശം 5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെയാണ്. നിങ്ങളുടെ ആവശ്യമായ സൗകര്യങ്ങൾ, അതായത് അടുക്കള ഉപകരണങ്ങളും വസ്തുക്കളും, കിച്ചൺ സ്പേസ്, ക്യാഷ് കൗണ്ടർ, സ്റ്റോർ ഫ്രണ്ട്, ഗ്യാസ്, അസംസ്കൃത വസ്തുക്കൾ, മാലിന്യ സംസ്കരണം എന്നിവയെ അടിസ്ഥാനമാക്കിയാകും മൂലധന ചെലവുകൾ നിശ്ചയിക്കാൻ. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് ലൈസൻസുകൾ. FSSAI ലൈസൻസ്, GST ലൈസൻസ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ്, ഫയർ ലൈസൻസ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ക്ലൗഡ് കിച്ചൺ തുടങ്ങാൻ ആവശ്യമായ പ്രധാന ലൈസൻസുകൾ. ഫുഡ് ലൈസൻസ് എന്നറിയപ്പെടുന്ന FSSAI ലൈസൻസ് ഒരു റെസ്റ്റോറന്റ് തുറക്കുന്നതിന് ആവശ്യമായ ലൈസൻസുകളിൽ ഒന്നാണ്. ഈ ലൈസൻസ് നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും
ലഭിക്കും. ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്ന ലൈസൻസാണിത്. FSSAI ലൈസൻസിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ID പ്രൂഫും അഡ്രസ് പ്രൂഫും, ഇമെയിൽ ID, ഫോൺ നമ്പർ, സത്യവാങ്മൂലം, ഭക്ഷ്യസുരക്ഷാ മാനേജ്മെന്റ് പദ്ധതിയുടെ പ്രഖ്യാപനം, അടുക്കള ലേഔട്ട് പ്ലാൻ, ഭക്ഷണ വിഭാഗത്തിന്റെ പട്ടിക, ISI അംഗീകൃത സൗകര്യത്തിൽ നിന്നുള്ള ജലപരിശോധന റിപ്പോർട്ട്, ഉടമയിൽ നിന്നോ പങ്കാളിയിൽ നിന്നോ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ജീവനക്കാരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ. അതുപോലെ ആവശ്യമായ മറ്റൊരു രജിസ്ട്രേഷനാണ് GST. ഇതിൽ ഒരു വ്യക്തിക്കോ ഏതെങ്കിലും പങ്കാളിത്ത സ്ഥാപനത്തിനോ കമ്പനിക്കോ ആവശ്യമായ രേഖകൾ ഓൺലൈനായി www.gst.gov.in ൽ ഫയൽ ചെയ്യുക. GST രജിസ്ട്രേഷന് ആവശ്യമായ രേഖകൾ: റെസ്റ്റോറന്റ് ഉടമയുടെ ഫോട്ടോ, ഒരു പങ്കാളിത്തമല്ലെങ്കിൽ മാനേജ്മെന്റ് പങ്കാളിയുടെ നിയുക്ത പങ്കാളിയുടെ ചിത്രം, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവാണെങ്കിൽ വൈദ്യുതി ബിൽ, വസ്തുനികുതി രസീത് അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ രേഖകൾ പോലുള്ള ഉടമസ്ഥാവകാശ രേഖകൾ. നിങ്ങൾ വാടകയ്ക്കാണെങ്കിൽ ഉടമയുടെ പേരിൽ വൈദ്യുതി ബില്ലിനൊപ്പം വാടക കരാറിന്റെ ലീസ് കരാറിന്റെ പകർപ്പ്. നിങ്ങൾക്ക് സ്വത്തോ വാടകയോ ഇല്ലെന്ന് കരുതുക. തുടർന്ന് വൈദ്യുതി ബില്ലും NOCയുടെ പകർപ്പും സമർപ്പിക്കുക. ഇനി അടുത്ത മൊഡ്യൂളിൽ എങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാമെന്നും ക്ലൗഡ് കിച്ചൺ മാർക്കറ്റിംഗിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയാം. ഈ ബിസിനസിന് ആവശ്യമായ ലോൺ ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഇത് അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല. ഈ ബിസിനസ് എവിടെ തുടങ്ങണം, എങ്ങനെ ലൈസൻസ് എടുക്കണം, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.